റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. എന്തായിരിക്കും ഈ ഒരു ക്രമത്തിന്റെ രഹസ്യം? ഒരു കുഞ്ഞിന്റെ എല്ലാ ആവശ്യങ്ങളും മാതാപിതാക്കൾ നിറവേറ്റുന്നു. എന്നാൽ കുഞ്ഞു വളരുമ്പോൾ ചിലപ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും ദുരുപയോഗം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അവർ കുട്ടിയെ ശാസിക്കുകയും നിയന്ത്രണങ്ങൾ വയ്ക്കുകയും ചെയ്യുന്നു. ഈ ഉദാഹരണം പോലെ തന്നെ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ റബ്ബ് നിറവേറ്റുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ട ശേഷം നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് അതിരുകളും നിയമങ്ങളും ആവശ്യമായി വരുന്നു. അവിടെയാണ് മലിക് എന്ന വാക്ക് പ്രസക്തമാകുന്നത്. അൽ മലിക് എന്നാൽ രാജാവ്, അധികാരി എന്നൊക്കെയാണ് അർത്ഥം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അതിരുകൾ നിശ്ചയിക്കുന്നതും നിയമങ്ങൾ നടപ്പിലാക്കുന്നതും മലിക്കാണ്. അവസാനം നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള ആത്മീയമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഇലാഹാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഇലാഹിൽ തുടങ്ങി സൂറത്തുൽ നാസിൽ ഇലാഹിൽ തന്നെയാണ് അവസാനിക്കുന്നത്. ഇലാഹ് എന്ന വാക്ക് വുലൂഹ് എന്ന വാക്കിൽ നിന്നും വരുന്നു. തീവ്രമായ സ്നേഹം എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആൻ അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹത്തിൽ തുടങ്ങി അതേ സ്നേഹത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നമ്മുടെ ആത്മാവിന്റെ ദാഹവും ശമിപ്പിക്കുന്നത് ഇലാഹാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, സ്വാതന്ത്ര്യം, ആത്മീയത എന്നിവയുടെ ഒരു ക്രമീകരണമാണ് ഈ മൂന്ന് വിശേഷണങ്ങളും. ആദ്യം നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ റബ്ബ് നിറവേറ്റുന്നു. പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ആവശ്യമായ നിയന്ത്രണങ്ങൾ മലിക്ക് നൽകുന്നു. അവസാനം നമ്മുടെ ആത്മാവിനെ ഇലാഹ് തൃപ്തിപ്പെടുത്തുന്നു. ഈ ക്രമം അള്ളാഹുവിന്റെ പരിപാലനവും അധികാരവും സ്നേഹവും ഓർമ്മിപ്പിക്കുന്നു. റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം സംരക്ഷിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, രക്ഷിതാവ് എന്നൊക്കെയാണ്. റബ്ബുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം. ഒരു ഉടമയ്ക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയണമെന്നില്ല. ഒരു രക്ഷിതാവിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ ആരെയായിരിക്കും നാം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമീപിക്കുക? ഒരു അധികാരിയെ, അല്ലേ? മലിക്കിന്നാസ്, സർവാധികാരവുമുള്ള രാജാവിനെ, ദ കിങ് ഓഫ് കിങ്സ്, അൽ മലിക്. ഒരു അധികാരിക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമാണെങ്കിൽ പിന്നെ നാം ദൈവത്തിന് വിട്ടുകൊടുക്കും, ഇലാഹിന്നാസ്. അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ രക്ഷിതാവും രാജാവും ദൈവവും എല്ലാം അള്ളാഹു തന്നെയാണ് എന്ന്. അവന് പരിഹരിക്കാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. ഡോക്ടർമാർ പോലും സങ്കീർണമെന്ന് വിധിയെഴുതിയ പ്രസവം. പൊക്കിൽ കൂടി കുഞ്ഞിനെ ചുറ്റിയിരിക്കുന്നു. അമ്മയോ കുഞ്ഞോ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകം മുഴുവൻ ചലിപ്പിക്കുന്ന എന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സുഖപ്രസവമായിരിക്കും ഇൻഷാ അല്ലാഹ് എന്നായിരുന്നു ഗർഭിണിയായ സ്ത്രീയുടെ മറുപടി. അതാണ് ഈമാൻ, ഖൽബുൻ സലീം, ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമ. അള്ളാഹു ഖുർആനിൽ പറയുന്നു, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അന്ത്യദിനത്തിൽ സമ്പത്തും സന്താനങ്ങളും ഒരു പ്രയോജനവും ചെയ്യില്ല ശുദ്ധമായ ഹൃദയത്തോടെ അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ. ഖൽബുൻ സലീം എന്നാൽ കപടതകൾ ഒന്നുമില്ലാത്ത കൽബ്, ഹൃദയം എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു മനസ്സുമായി അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തുന്നവന് യാതൊന്നും ഭയപ്പെടാനില്ല. സൂറത്തുൻ നാസിൽ നമ്മുടെ ഹൃദയത്തിലെ പ്രശ്നങ്ങളിൽ നിന്നുമാണ് അള്ളാഹുവിനോട് നാം സംരക്ഷണം തേടുന്നത്. നാസ് എന്ന വാക്ക് ഉൻസ് എന്ന വാക്കിൽ നിന്നും വരുന്നു. ഉൻസ് എന്നാൽ സ്നേഹം, കമ്പാഷൻ, അനുകമ്പ എന്നൊക്കെയാണ് അർത്ഥം. സഹജീവികളോട് സ്നേഹവും കരുണയും അനുകമ്പയും ഉള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് അവനെ ഇൻസാൻ എന്ന് വിളിക്കുന്നത്. നാസ് എന്ന വാക്ക് നിസിയാൻ എന്ന വാക്കുമായും ബന്ധമുണ്ട്. അതിനർത്ഥം മറന്നുപോകുന്നവൻ എന്നാണ്. മനുഷ്യൻ എല്ലാം മറക്കുന്നു. ആദ്യം അവൻ മറക്കുന്നത് അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അവന്റെ റബ്ബിനെ തന്നെയാണ്. മറവി ബാധിച്ച മനുഷ്യനെ അള്ളാഹു നാസ് എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കുന്നു. ഓർക്കുക മനുഷ്യ, നിന്റെ രക്ഷിതാവും രാജാവും ദൈവവും എല്ലാം അള്ളാഹു തന്നെയാണ്.